ഒരു പതിറ്റാണ്ടു നീണ്ട മോഡി ഭരണത്തിന് ഇത്തവണ അറുതിയുണ്ടാകുമെന്ന അടങ്ങാത്ത പ്രതീക്ഷയുടെ പുറത്താണ് അന്ന് ഇന്ത്യ മുന്നണിയുണ്ടായത്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പക്ഷേ ചാർസോപാർ എന്നാക്രോശിച്ചു വന്ന ഗർജനങ്ങളെ 240 പിടിച്ചുകെട്ടാനേ ആ പ്രതീക്ഷകൾക്കായുള്ളൂ. ഭരണം മോഡി സർക്കാരിനു തന്നെ. പക്ഷേ ഇന്ത്യക്ക് കാലങ്ങൾക്കു ശേഷം ഒരു പ്രതിപക്ഷ നേതാവുണ്ടായി. ആ തെരഞ്ഞെടുപ്പിൽ എന്തോ പന്തികേട് നടന്നിട്ടുണ്ടെന്ന് അന്നേ അയാൾക്കും കൂടെയുള്ളവർക്കും തോന്നിത്തുടങ്ങിയിരുന്നു. മാസങ്ങൾക്കു ശേഷം ചില നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി വന്നതോടെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നുവെന്ന സംശയം ബലപ്പെട്ടു. കൂടെയുള്ളവരും ഇതേ സംശയം പ്രകടിപ്പിച്ചതോടെ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് കീഴിൽ വിദഗ്ധന്മാർ അടങ്ങുന്ന 40 അംഗ സംഘം പരിശോധനയ്ക്കിറങ്ങി. ഡിജിറ്റൽ ഡാറ്റയും CCTV ഫുട്ടേജും നൽകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധാർഷ്ട്യം പ്രകടിപ്പിച്ചിട്ടും ആ സംഘം പതറിയില്ല. ബംഗളൂരു ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക മാത്രമെടുത്തു. ഒരാളെക്കാൾ പൊക്കത്തിൽ അട്ടിയിട്ടു വെച്ച കടലാസുകെട്ടുകൾക്കിടയിലൂടെ അവർ ഓരോ അക്ഷരങ്ങളും അരിച്ചു പെറുക്കി. 6 മാസത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ ആ മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം വരുന്ന കള്ളവോട്ടുകളുടെ കൂമ്പാരം അവർ കണ്ടെത്തി. ഈ രാജ്യത്തെ ഭരണഘടനയോട് മാത്രം കൂറു കാണിക്കേണ്ട, സ്വതന്ത്ര സംഘമായി ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ പറഞ്ഞു. രാജ്യത്തിനു മുന്നിൽ അയാൾ കണക്കുകൾ നിരത്തി. വോട്ടു ചോരി, രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശമായ വോട്ട് കൊള്ളയടിക്കപ്പെടുന്നുവെന്ന് രാജ്യത്തോട് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നു മുതലേ പ്രതിസന്ധിയിലാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ അതിതീവ്ര പരിഷ്കരണം കൊണ്ടുവരുന്നു. 65 ലക്ഷത്തോളം പേരുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്ന പരിഷ്കരണം. ആപ്കി വോട്ട് ചോരി ഹോ രഹാ ഹൈ എന്ന് വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സഖ്യം ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ബീഹാറിൻ്റെ ഓരോ മൺതരിയെയും ബോധിപ്പിക്കാൻ സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരു യാത്ര പ്രഖ്യാപിച്ചു. വോട്ടർ അധികാർ യാത്ര. 2025 ഓഗസ്റ്റ് 17 ബീഹാറിലെ സസ്രാമിൽ നിന്നാണ് വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചത്. ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ തടിച്ചുകൂടുന്നു. ഇത് വെറുമൊരു യാത്രയല്ലെന്നും വോട്ടവകാശത്തിൻ്റെ സംരക്ഷണത്തിനായുള്ള പ്രതിഷേധ മാർച്ചാണെന്നും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 16 ദിവസം കൊണ്ട് 20 ജില്ലകളിലൂടെ 1300 കിലോമീറ്ററാണ് വോട്ടർ അധികാർ യാത്ര പ്രയാണം നടത്തുന്നത്. സെപ്റ്റംബർ 1 പാറ്റ്നയിൽ മഹാസംഗമത്തോടെ യാത്ര സമാപിക്കും. സസ്രാമിൽ ലോഞ്ച് ചെയ്തപ്പോൾ മുതൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും തേജസ്വി യാദവും അടക്കമുള്ളവർ കൂടെയുണ്ട്. ഓരോ ദിവസവും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ട കർഷകരെ ചേർത്തുപിടിച്ച് സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൈവ് സ്ട്രീമുകൾ വഴി ജനങ്ങളുമായി നിരന്തരം ഇൻട്രാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള ഒത്തുകളിയും വോട്ടുകൾ മോഷ്ടിക്കുന്നതും മഹാരാഷ്ട്ര, ഹരിയാന, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോരി നടന്നുവെന്നും അത് ബീഹാറിൽ ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നും രാഹുൽ ജനങ്ങളോട് ഉറക്കെ പറയുന്നു. ബീഹാറിൽ SIR വഴി യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതും ഫേക്ക് വോട്ടർമാരെ ചേർക്കുന്നതും അടക്കമുള്ള ആശങ്കകൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നു. ഭരണഘടനാപരമായ വോട്ടവകാശം സംരക്ഷിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണെന്ന്, വോട്ട് അധികാരമാണെന്ന് തിരിച്ചറിയാൻ വോട്ടർ അധികാർ യാത്രയ്ക്ക് സാധിക്കട്ടെ. അത് സാധിക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും തടിച്ചുകൂടുന്ന യുവാക്കളും കർഷകരും ചെറുകിട വ്യാപാരികളും കാണിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാഗഠബന്ധന്റെ ശക്തി പ്രകടനം കൂടിയായി യാത്ര മാറുകയാണ്. തേജസ്വി യാദവ് രാഹുലിനെ അടുത്ത പ്രധാനമന്ത്രിയാണെന്ന് ഉറക്കെ പറയുന്നുണ്ട്. ജനമനസ്സുകളെ ഉണർത്തുന്ന ചില യാത്രകളുടെ മഹത്തായ പാരമ്പര്യമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹൃദയമിടിപ്പ്. ദണ്ഡിയാത്ര നടത്തിയ മഹാത്മാഗാന്ധി നടന്നു നീങ്ങിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയായിരുന്നുവെങ്കിൽ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സിനെതിരെ ഉയർന്നുവന്ന ആധുനിക ഭീഷണികൾക്കെതിരെയാണ് നടന്നു നീങ്ങിയത്. 2022 കന്യാകുമാരി മുതൽ കശ്മീർ വരെ 3570 കിലോമീറ്റർ താണ്ടി ഇന്ത്യയുടെ തെക്കുവടക്ക് ഐക്യത്തിൻ്റെ സന്ദേശം പ്രകടിപ്പിച്ച് നടത്തിയ ഭാരത് ജോഡോ യാത്ര. 2024 മണിപ്പൂർ മുതൽ മുംബൈ വരെ 6700 കിലോമീറ്റർ താണ്ടി ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് നീതിയുടെ ആവശ്യകതയെ ഉയർത്തിക്കാട്ടി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്ര. ഇപ്പോൾ വോട്ടിൻ്റെ ശക്തിയിലൂടെ ജനാധിപത്യം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് ബീഹാറിലൂടെ ഒരു വോട്ടർ അധികാർ യാത്ര. ജനകീയ യാത്രകളിലൂടെ ജനാധിപത്യ ലംഘനങ്ങളെ തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി.